അപ്പോൾ കൂട്ടുകാരെ ഒരാളിവിടെ കാര്യമായ പണിയിലാണ് കേട്ടോ. വേറൊന്നുമല്ല, ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറച്ച് അവിൽ നനച്ചത് കഴിക്കാമെന്നുള്ളൊരു ആഗ്രഹം. അപ്പം അവിൽ നനാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പറയുന്നത് നമ്മുടെ അവിൽ നല്ല ശർക്കരയൊക്കെ ഇട്ട് അതൊരു സംഭവം, അത് കുഴച്ചെടുക്കുന്ന ഒരു ഇതുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ടേസ്റ്റാട്ടോ. അപ്പോൾ അവിൽ നനക്കൽ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പോൾ ഏട്ടൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാട്ടോ ഇത്. അപ്പോൾ അധികം ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്തോ ഒരു പൂതി തോന്നി ഇത് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ആൾ കുറച്ച് അവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ഈ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു അവിൽ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു അടിപൊളി അവിൽ അങ്ങ് കുഴക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ അവിലൊന്ന് നനച്ചെടുക്കണം. അവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുവന്ന അവിലായതുകൊണ്ട് തന്നെ അതൊന്ന് കുതിർത്ത് കിട്ടണമെങ്കിൽ, കുതിർത്തെടുക്കുന്നത് വെള്ളത്തിലല്ല കേട്ടോ, തേങ്ങാപ്പാലിലാണേ. അപ്പോൾ തേങ്ങ ചിരണ്ടി മിക്സീൻ്റെ അകത്തിട്ട് അടിച്ച് കുറച്ച് തേങ്ങാപ്പാലിലാണ് നമ്മൾ ആദ്യം തന്നെ അതൊന്ന് കുതിർത്തെടുത്തത്. അതിന് ശേഷം തേങ്ങയില്ലാതെ അവിൽ കൊയ്യാ. അപ്പോൾ തേങ്ങയും കുറച്ച് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് അവിൽ ഒന്ന് കുഴച്ചെടുത്ത് ഒന്ന് കുതിർത്ത് അവിടെ വെക്കണം. ആ കുതിർത്ത് അതൊന്ന് പൊതിർന്ന് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങ് പൊങ്ങി വരും കേട്ടോ അവിൽ. നമ്മളെടുത്ത ക്വാണ്ടിറ്റിനേക്കാളും ഒരു 2 ഇരട്ടി കൂടുതൽ നമുക്ക് അവിൽ കുഴച്ചെടുക്കുമ്പം കാണും. അതിനുശേഷം നമ്മൾ ആ ശർക്കരയും കൂടെ ചിരകിയെടുത്തത്, ശർക്കര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ചീന്തിയെടുത്ത് ഒന്ന് മിക്സീൻ്റെ അകത്തിട്ട് കറക്കിയാലും മതി. പക്ഷേ ഏട്ടനൊന്ന് ചിരവി എടുത്ത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നല്ലോണം കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഈ ഒരു അവിൽ നമ്മൾ നനച്ചെടുക്കുന്നതിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്നത് നമ്മുടെ ആ ഒരു കുഴക്കലിൻ്റെതാണ്. നമ്മുടെ കൈ ഉപയോഗിച്ച് എത്രത്തോളം മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നു അത്രത്തോളം ആ ഒരു ശർക്കരയും തേങ്ങയും ഏലക്കായും ഒക്കെ അതിൽ നമ്മൾ എന്താ പറയുക വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് അവിൽ കുഴച്ചെടുക്കുന്ന ഗ്യാപ്പിൽ ഒരാൾ വന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫൈനലായിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചിട്ടത്, പിന്നെ നമ്മുടെ പശുവിന് ഞാനിവിടെ പോസ്റ്റ് അടിച്ചിരുന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് സംഭവം ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊന്നും ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല സത്യമായിട്ടും. അപ്പോൾ ഇത് നമ്മൾ അണ്ടിപ്പരിപ്പും ഇതൊക്കെ കുറച്ച് ഒരു ഡെക്കറേഷന് വേണ്ടി ഇട്ടതാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ ഇങ്ങനെ കുഴച്ച് തിന്നാൻ തന്നെ ടേസ്റ്റാണ്. പക്ഷെ കുറച്ചൊരു ആഡംബരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിങ്ങയും അതുപോലെ നമ്മുടെ എന്താ പറയുക ഏലക്കായി ഞാനതൊന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, റിയൽ ടേസ്റ്റ് കിട്ടി നമുക്ക്. പിന്നെ കുറച്ച് പശു നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഇതിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ശരിക്കും വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ അതെടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ ഇടയിലോട്ട് ഞാൻ കൈയിട്ട് ടേസ്റ്റ് എല്ലാം ചെയ്ത് നോക്കി. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി സംഭവം കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണുണ്ടോ. നമ്മുടെ പശുനെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല അടിപൊളിയാട്ടോ.